ഹലോ ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു ജെസ്സി സ്പോട്ട്ലൈറ്റ്. പുതിയതും ഇൻഫോർമേറ്റീവുമായ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം സ്ക്രീനിൽ കാണുന്ന പോലെ സുകന്യ സമൃദ്ധി യോജന എന്നൊരു സ്കീമിനെ കുറിച്ചാണ്. ഈ സ്കീമിനെ കുറിച്ച് ഓൾറെഡി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകാം, നിങ്ങൾ ഇതിനു വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുണ്ടാകാം, ഇതിൽ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാകാം. എന്നാൽ ഇപ്പോഴും സാധാരണക്കാരായ ഒരുപാട് ആളുകൾ ഈ ഒരു സ്കീമിനെ കുറിച്ച് അറിയാത്തവരായിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഇന്നത്തെ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പേ കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന എന്നത്. ഇതിന് ഡെപ്പോസിറ്റ് ആ സമയത്ത് 1000 രൂപ എന്നതായിരുന്നു. ഇത് സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു എമൗണ്ട് ആയതുകൊണ്ട് ഇതിനെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് ഇപ്പോഴും ഈ ഒരു പദ്ധതി നന്നായിട്ട് മുൻപോട്ട് പോകുന്നുണ്ട്. ഇനി എന്താണ് ഈ പദ്ധതി എന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം. നമ്മളുടെ വീട്ടിൽ പെൺകുട്ടികൾ ഉണ്ട് എങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ഫ്യൂച്ചർ, അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു സ്കീമാണ് സുകന്യ സമൃദ്ധി യോജന എന്നത്. ഈ പദ്ധതിയിലൂടെ നിങ്ങളുടെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനും സാമ്പത്തികമായിട്ട് ഒരു കൈത്താങ്ങാണ് ഗവൺമെൻറ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു നിശ്ചിത എമൗണ്ട് നമ്മൾ മാസത്തിൽ അല്ലെങ്കിൽ വർഷത്തിൽ പോസ്റ്റ് ഓഫീസിലോ ബാങ്കിലോ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് ഈ സ്കീം. ഒരു വീട്ടിൽ 2 പെൺകുട്ടികൾക്ക് വരെയാണ് ഈ ഒരു സ്കീമിൻ്റെ ആനുകൂല്യം കിട്ടുന്നത്. മൂന്നാമതൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അതിന് കിട്ടുകയില്ല. 2 പെൺകുട്ടികൾക്ക് വരെയാണ് ഈ ഒരു സ്കീമിന് ഉൾപ്പെടാൻ പറ്റുന്നത്. ഈ ഒരു പദ്ധതിക്ക് പ്രായപരിധിയുണ്ട്. പെൺകുട്ടികൾക്ക് 10 വയസ്സ് തികയുന്നതിന് മുമ്പ് തന്നെ ഇതിൽ ഉൾപ്പെട്ടിരിക്കണം. 10 വയസ്സ് പൂർത്തിയായതിനു ശേഷം ഈ ഒരു സ്കീമിലേക്ക് നമ്മൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല, നമ്മൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് പെൺകുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ മാതാപിതാക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു നിക്ഷേപ സ്കീമാണിത്. ഇനി ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയുന്നത് ഇന്ത്യൻ പൗരത്വം ഉള്ള ഒരു പെൺകുട്ടിക്കാണ് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുക. അതുപോലെ 1 വയസ്സ് മുതൽ 10 വയസ്സ് വരെയാണ് ഇതിൻ്റെ പ്രായപരിധി. അക്കൗണ്ട് നമ്മൾക്ക് പോസ്റ്റ് ഓഫീസിലോ ബാങ്കിലോ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇതിനുശേഷം പെൺകുട്ടി അക്കൗണ്ട് ഓപ്പൺ ചെയ്ത സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ അക്കൗണ്ട് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും സാധിക്കും. കുട്ടികൾക്ക് പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് രക്ഷിതാക്കളുടെ പേരിലാണ് അക്കൗണ്ട് തുടങ്ങേണ്ടത്. ഇവർക്ക് പ്രായപൂർത്തിയാകുമ്പോൾ ഈ അക്കൗണ്ട് ഓട്ടോമാറ്റിക്കലി പെൺകുട്ടികളുടെ പേരിലേക്ക് ആകുന്നതായിരിക്കും. ഇതിനു വേണ്ടിയിട്ട് രക്ഷിതാവിൻ്റെ 3 ഫോട്ടോയോ അവരുടെ ആധാർ കാർഡിൻ്റെ കോപ്പി, കുട്ടിക്ക് ആധാർ കാർഡ് ഉണ്ടെങ്കിൽ അതുമായിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള ബാങ്കിലോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലോ ചെന്ന് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇത് രക്ഷിതാക്കൾക്ക് മാത്രമല്ല, മുത്തശ്ശിക്കും മുത്തശ്ശനും പേരൻറ്റിനും എല്ലാവർക്കും ഈ ഒരു അക്കൗണ്ട് കുട്ടിക്ക് വേണ്ടി ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഓർക്കുക, ഒരു പെൺകുട്ടിക്ക് ഒരു അക്കൗണ്ട് മാത്രമേ ഓപ്പൺ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന കാര്യം കൂടി. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആദ്യം ഈ ഒരു സ്കീമിലേക്ക് മിനിമം എമൗണ്ട് തുക അടയ്ക്കേണ്ടത് 1000 രൂപയായിരുന്നു. എന്നാൽ സാധാരണക്കാരെ കൊണ്ട് ഇത് പ്രാപ്യമല്ല എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇപ്പോൾ മിനിമം എമൗണ്ട് 250 രൂപ വരെ ആയി കുറച്ചിട്ടുണ്ട്. എങ്കിലും 1000 രൂപ അടയ്ക്കുന്നതായിരിക്കും കൂടുതൽ ബെനിഫിറ്റ് എന്ന് ഓർക്കുക. അതിന് നിവൃത്തിയില്ല എങ്കിൽ 250 അതിൽ കൂടുതലോ ഉള്ള എമൗണ്ടുകൾ നമ്മൾക്ക് മാസം തോറുമോ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഒന്നിച്ചോ ഈ ഒരു പദ്ധതിയിലേക്ക് നിക്ഷേപിക്കാവുന്നതാണ്. ഇനി ഈ ഒരു പദ്ധതിയിലേക്ക് അടയ്ക്കാവുന്ന പരമാവധി തുക 1,50,000 രൂപയാണ്. ഏറ്റവും കുറഞ്ഞത് 250 രൂപയും ഏറ്റവും കൂടുതൽ 1,50,000 രൂപ വരെയുമാണ് ഒരു വർഷം നമ്മൾക്ക് ഈ ഒരു പദ്ധതിയിലേക്ക് നിക്ഷേപിക്കാൻ സാധിക്കുക. ഈ 1,50,000 രൂപ എന്നുള്ളത് ഒന്നിച്ച് വേണമെങ്കിൽ അടയ്ക്കാം, അല്ലെങ്കിൽ ഈ മാസത്തിൽ എത്ര തവണ വേണമെങ്കിലും നമ്മൾക്ക് ഈ ഒരു എമൗണ്ട് അടയ്ക്കാവുന്നതാണ്. അതായത് 250 രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെ എത്ര തവണകളായിട്ട് വേണമെങ്കിലും ഒരു വർഷം കൊണ്ട് നമ്മൾക്ക് അടച്ചു തീർക്കാമെന്ന് ചുരുക്കം. എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഒരു വർഷം 1.5 ലക്ഷം രൂപ അടയ്ക്കണമെന്നല്ല പറഞ്ഞത്. 250 രൂപയ്ക്ക് മുകളിൽ 1.5 ലക്ഷം രൂപ വരെ നമ്മൾക്ക് പല തവണകളായിട്ട് ഒരു മാസത്തിൽ നമ്മളുടെ കയ്യിലുള്ളതനുസരിച്ച് അടയ്ക്കാം. ഒരു മാസത്തിൽ എത്ര തവണ വേണമെങ്കിലും അടയ്ക്കാം. ഒരു വർഷം കൊണ്ട് അടച്ചാൽ മതി.
ഇനി നമ്മളുടെ നിക്ഷേപം എന്ന് തിരിച്ചു കിട്ടുമെന്ന് ചോദിച്ചാൽ നമ്മൾ എപ്പോഴാണോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് അതിനുശേഷം 21 വർഷത്തിന് ശേഷം മാത്രമായിരിക്കും നമ്മൾക്ക് ഈ തുക തിരിച്ചു കിട്ടുക. അതായത് നമ്മൾ ഒരു വയസ്സുള്ള കുട്ടിക്കാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിലും 10 വയസ്സുള്ള കുട്ടിക്കാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിലും 21 വർഷത്തിന് ശേഷം മാത്രമേ ഈ തുക തിരിച്ചു കിട്ടുകയുള്ളൂ. അതല്ലാതെ കുട്ടിയുടെ 21ാമത്തെ വയസ്സിലല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. 21 വർഷമാണ് ഇതിന്റെ മച്യൂരിറ്റി പീരീഡ്. ഇനി നമ്മൾ തുടർച്ചയായി 14 വർഷമാണ് ഈ തുക അടയ്ക്കേണ്ടത്. 21 വർഷത്തിന് ശേഷം മച്യൂർഡായി നമ്മൾക്ക് ഫുൾ എമൗണ്ടും അതിന്റെ പലിശയും ലഭിക്കും. അപ്പോൾ നമ്മൾ എമൗണ്ട് അടയ്ക്കേണ്ടത് 14 വർഷം വരെയാണ് നമ്മൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഈ തുക അടയ്ക്കേണ്ടത്. പെൺകുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് ഉന്നത വിദ്യാഭ്യാസത്തിന് സഹായിക്കാൻ വേണ്ടിയിട്ട് 18 വയസ്സൊക്കെ പൂർത്തിയാകുന്ന സമയത്ത് 50% തുക വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇനി നമ്മൾ ഈ പദ്ധതിയിൽ തുടക്കം കുറിച്ചു, നമ്മൾ തുകയൊക്കെ അടച്ചു കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ ഇത് മുടങ്ങിപ്പോയി. എന്നിരുന്നാലും ആരും വിഷമിക്കേണ്ട. ഇതിന് നിശ്ചിത ശതമാനം വളരെ കുറച്ച് ഒരു വർഷത്തിലെ 50 രൂപ എന്ന രീതിയിൽ ഫൈൻ അടച്ചുകൊണ്ട് നമ്മൾക്ക് ഈ പദ്ധതി വീണ്ടും ആരംഭിക്കാവുന്നതാണ്, തുടരാവുന്നതാണ്. അത് ലാപ്സായി പോവുകയില്ല. നമ്മൾ അടച്ച പണം നമ്മൾക്ക് നഷ്ടമാകാതെ വീണ്ടും കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അതല്ല 18 വയസ്സിൽ കുട്ടിക്ക് വിവാഹം നടക്കുകയാണെങ്കിൽ ഈ അക്കൗണ്ട് അവിടെ വെച്ച് ക്ലോസ് ചെയ്ത് അത്രയും എമൗണ്ടും അതിൻ്റെ പലിശയും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. മറ്റൊരു ബെനിഫിറ്റ് ഈ ഒരു പദ്ധതിയുടെ, ഇതിന് നികുതി നൽകേണ്ട കാര്യമില്ല. നിങ്ങൾ അടയ്ക്കുന്ന തുകയ്ക്ക് അതിന് കിട്ടുന്ന പലിശയ്ക്കോ നിങ്ങൾ ഗവൺമെന്റിന് നികുതി നൽകേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു പദ്ധതിക്ക് ലഭിക്കുന്ന പലിശ എന്നത് 7%. ഇത് ഓരോ വർഷവും വ്യത്യസ്തപ്പെട്ടുകൊണ്ടേയിരിക്കും. തുടക്കത്തിലേക്ക് 8-9% വരെ പലിശയായിരുന്നു. ഓരോ സാഹചര്യത്തിനും അനുസരിച്ച് പലിശയ്ക്ക് വ്യത്യാസം വരും. എങ്കിലും ഒരുപാട് കുറഞ്ഞു പോകാതെ ഗവൺമെന്റിന് ഈ ഒരു കൈത്താങ്ങ് പെൺകുട്ടികൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ തന്നെ ഉണ്ടാകും. ഇപ്പോൾ ഈ പദ്ധതിയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിനൊരു ഡെമോ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ എത്ര രൂപ നിക്ഷേപിച്ചാൽ ഓരോ വർഷവും 15 വർഷത്തിന് ശേഷം എത്ര കിട്ടും, അതല്ലാതെ 21 വർഷത്തിന് ശേഷം എത്ര കിട്ടും എന്നുള്ളത് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ പോസ്റ്റ് ഓഫീസിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ബാങ്കിലോ നേരിട്ട് ചെന്നാൽ അവരെല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തരും. പോകുമ്പോൾ നിങ്ങളുടെ 3 ഫോട്ടോയും ആധാറിന്റെ കോപ്പിയും കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയുമായിട്ട് വേണം പോകാനായിട്ട്. കുട്ടിക്ക് ആധാർ കാർഡ് ഉണ്ടെങ്കിൽ അതുകൂടി കരുതാം. ഇതിനുശേഷം നിങ്ങൾ ഓർക്കുക, നിങ്ങൾക്ക് ഇത് ഈ എമൗണ്ട് മച്യൂർഡായി കിട്ടുന്ന 21 വർഷത്തിന് ശേഷമാണ്. കുട്ടിക്ക് 21 വയസ്സാകുമ്പോൾ അല്ല എന്ന കാര്യം കൂടി ഓർക്കുക. പെൺകുട്ടികളുള്ള സാമ്പത്തികമായി ഒരുപാട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഒന്നിച്ച് ഒരു എമൗണ്ട് മുടക്കി പഠിപ്പിക്കുവാനോ അല്ലെങ്കിൽ അവരുടെ വിവാഹം നടത്തുവാനോ കഴിയില്ല എന്നിരിക്കെ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ള നല്ലൊരു പദ്ധതിയാണിത്. നിങ്ങൾ ഇതുവരെയും ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇപ്പോൾ ഇതിന് അപേക്ഷിക്കുക. നിങ്ങളും ഇതിൻ്റെ പ്രയോജനം ഉൾക്കൊള്ളുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ പെൺകുട്ടികളുള്ള ഈ ഒരു സ്കീമിലേക്ക് ചേരുവാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. പുതിയതും ഇൻഫർമേറ്റീവുമായ മറ്റൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.